ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന പോത്തിൻ്റെ തലച്ചോറ് എന്ന് പറയും. നമ്മൾ പറയില്ലേ, പോത്തെ നിനക്ക് തലച്ചോറുണ്ടോ, പോത്തിന് ബുദ്ധിയാ എന്നൊക്കെ പറയും. പക്ഷേ ഇത് കിടിലൻ സാധനമാണ് കേട്ടോ, നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കഴുകി വെച്ചിരുന്നത് അതിലേക്ക് നാരങ്ങാ നീര് ഒഴിക്കുവാണേ. ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഒഴിക്കുക. എല്ലാവരും വിനാഗിരിയൊക്കെയാണ് ചേർക്കുന്നത്. ഞാൻ അതൊന്നും ചേർക്കാൻ പോയില്ല. ഇത് നമ്മുടെ വീട്ടിലെ തന്നെ ചെറുനാരകത്തിൻ്റെ നാരങ്ങയാണ്. അപ്പം നാരങ്ങയുടെ നീരൊഴിച്ച് കുറച്ച് സമയം ഇത് വച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ബ്ലഡൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ. അപ്പോൾ ഇത് നല്ല ഇതെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ച് സമയത്തിന് നമ്മളിത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കണം. ഇത് ഓൾറെഡി കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്, കഴുകി കട്ട് ചെയ്ത് വെച്ചതാണ്. അതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് എടുത്ത് നമ്മളിനി മാറ്റി വെക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള ഇനി ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. പച്ചക്കുരുമുളകാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. പച്ചക്കുരുമുളക്, എല്ലാവരും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത്, അതിനേക്കാളൊക്കെ വളരെ ബെറ്ററാണിത്. നല്ല ടേസ്റ്റാണല്ലോ, അതായത് ഒരു നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. അപ്പോൾ ഞാൻ ഒത്തിരി സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത് പെരുംജീരകം, പച്ചക്കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു സവാള അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഒരല്പം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കുകയും ഈ പച്ചക്കുരുമുളകും നമ്മുടെ പെരുംജീരകം കൂടെ നന്നായിട്ടൊന്ന് അരകല്ലിലാണ് അരച്ചെടുത്തതും കൂടിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മിശ്രിതം എല്ലാം കൂടി നമ്മൾ ഒരു അല്പം ഓയിലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട്, തവയ്ക്കകത്തിട്ട് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ സംഭവം. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ബ്രെയിൻ അതെടുത്ത് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒരല്പം ഉപ്പ് കൂടെ ചേർക്കണം. മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുകയാണേ. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പം ഒരു 10-15 മിനിറ്റ് ഇതിന് വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിതിനകത്തോട് ശകലം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചേക്കുക. ഇതായിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മളിതൊന്ന് കഴിച്ച് നോക്കണം. എല്ലാവരും ഇതിലേക്കൊരു മുട്ടയൊക്കെ പൊട്ടിച്ച് ചേർക്കാറുണ്ട്. ഞാനിതൊന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടാതെ പോകും. അതായത് ഈ ബ്രെയിനിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്ന് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് മസാലയുടെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. വളരെ വളരെ പോഷകവും ഒക്കെ ഉള്ള ഒരു സംഗതിയാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ ബെസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടാം. എന്നാലും ചോറിൻ്റെ കൂടെ ഈ ആ സൈഡിലോട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് കുറച്ച് എടുത്തൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ശരി, ബായ്.